ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് ചിക്കൻ ബൈറ്റ് ഉണ്ടാക്കിയെടുത്താലോ. അതെന്താ വെച്ചാൽ നമുക്കൊരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം, എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ നന്നായി വാഷ് ചെയ്തിട്ട് ചെറുതാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇതിലിട്ടിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് മറ്റേ ബോൺലെസ് ആണ്. പിന്നെ കുറച്ച് ബ്രെഡ്, രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ചെറിയ കഷ്ണം ഇഞ്ചി, സവാള, കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു പാത്രത്തേക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ടെടുത്താൽ മതി. അപ്പോൾ തന്നെ കുറച്ച് കാശ്മീരി മുളക് ലേശം ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിന് എരിവും കുറവുണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ചേർത്തെടുക്കാം. ഒരു നുള്ളു മഞ്ഞൾ, നമുക്കത് കൈ വെച്ചിട്ട് തന്നെ ചേർത്തെടുക്കാം. അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്നുകൂടെ ചേർത്തെടുക്കാണ്ട്. കണ്ടോ, ഇത് നന്നായി ചേർന്നിട്ടില്ല. ചേർത്തിട്ടില്ല. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായി അടിച്ചെടുക്കാം. കണ്ടോ, നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നിർബന്ധമില്ല. ഇതുപോലെ മുട്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലുപ്പൊക്കെ കണക്കാണ്. കണ്ടോ, ഇതിലേക്ക് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം.
ഇനി കുറച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ വെച്ചെടുക്കാം. നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കി വന്നിട്ട് ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. കണ്ടോ, തീ കുറച്ച് വെച്ച് കൊടുക്കാവുള്ളൂ. അങ്ങനെ കാണിപ്പോവും. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുമാതിരി ബ്രെഡ് ക്രംസിൽ വെക്കുക. ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാം അപ്പോൾ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. തീ ചെറുതാക്കി വെച്ച് വെക്കണം. ഇത് കാണിപ്പോവും. കണ്ടോ, അധികം എണ്ണ കുടിച്ചിട്ടേ ഇല്ല. ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നല്ല ക്രിസ്പിൻ്റെ ഇത് കൈകൊണ്ട് തൊടാൻ പറ്റില്ല. നല്ലോണം എടുത്ത് കാണിച്ചു തരുമായിരുന്നു. നല്ല ചൂടുള്ളതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. കണ്ടു, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.